ഹലോ ഗായ്സ്, ഞാൻ ഇന്നിവിടെ ബാങ്ക് ഹോളിഡേ ആയതുകൊണ്ട് രാവിലെ തൊട്ടിങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. എന്നിട്ടാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവത്തില്ല, ബിക്കോസ് ഞാൻ ഒത്തിരി ലേസി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഓർത്തു കുറച്ചൊന്നും നടത്തവും കൂടെ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് പോണ്ടി പോകാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടു പോണ്ടി. കം വിത്ത് മീ. പോണ്ടി പോകാൻ വേണ്ടിയിട്ട് ആദ്യം റെഡി ആവണം, പിന്നെ നടന്ന് പോകണം. അധികം മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് ഒന്ന് ലിപ്സിന് വേണ്ടി ലിപ്സ്റ്റിക്ക്. സോ ഇത് ഞാനാണെങ്കിൽ റീസെൻ്റ്ലി വാങ്ങിയതാണ് സൂപ്പർ ഡ്രഗിൽ നിന്ന്. ഇതിനധികം റേറ്റ് ഒന്നുമില്ല, സൂപ്പർ ഡ്രഗിൻ്റെ തന്നെയാണ് വൈറ്റമിൻ സിയുടെ മോയ്സ്ചറൈസർ. റിവ്യൂ കണ്ടു വാങ്ങിയതാണ്. സോഫാർ നോ പ്രോബ്ലം. മൈക്ക് കാണാനില്ല, അതുകൊണ്ട് സൗണ്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ വാങ്ങിയതാണ് സൺസ്ക്രീൻ, ലിപ് ബാം, ലിപ് ലൈനർ, പേരിനൊരു ലിപ്സ്റ്റിക്ക്, മേബിലിൻ ഷെയ്ഡ് 634. സ്പ്രെഡ് ആവും കേട്ടോ, അധികമില്ല, ജസ്റ്റ് ഒന്ന് ടച്ചപ്പിന്. ലിപ്സ്റ്റിക് ഒത്തിരി ഇടുന്നത് നല്ലതല്ല എന്നൊക്കെ മമ്മീനോട് ഒരു ദിവസം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോയിൽ കുറച്ച് അധികമായിട്ട് തോന്നുന്നതാണ്. പക്ഷേ ലിപ്സ്റ്റിക് ഇടാതിരിക്കുമ്പോൾ ഏതാണ്ട് പോലെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഓക്കെ, സോ പോവാം, അല്ലെങ്കിൽ കട അടച്ചു പോകും. സോ ലെറ്റ്സ് ഗോ. മെയിനായിട്ട് പോകാൻ വേണ്ടിയിട്ട് വേറൊരു കാരണവും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ലൈറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എൻ്റെ കയ്യിൽ ആ ലൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് പഴയ വീട്ടിൽ വെച്ചത് ഞാൻ കളഞ്ഞു. കാരണം ഞാൻ ആ സമയത്ത് ഉപയോഗിക്കുന്നില്ല, പിന്നെ ഞാനത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നോർത്ത് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഈയിടെയായിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എനിക്കും വേണം ആ ലൈറ്റ്. അങ്ങനെ ഈ പോക്കിന് ആ ലൈറ്റ് അങ്ങ് വാങ്ങാമെന്ന് വിചാരിച്ചു. വണ്ടികൾ പോകുന്ന കാരണം മിക്കവാറും സൗണ്ട് കാണത്തില്ലായിരിക്കും. കഷ്ടകാലത്തിന് എൻ്റെ ബൈക്കും കാണുന്നില്ല. സോ ഇനി ഞാൻ പോണ്ടിയിലോട്ട് നടക്കാനായിട്ട് ഒരു 30 minutes ഉണ്ട് ഇവിടുന്ന്. ഒരു നടത്തവും കൂടെ ആവുമല്ലോ, എക്സസൈസ് ആവുമല്ലോ, അങ്ങനെ പോകുന്നതാണ്. സോ അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, ഈ കാണുന്നതെല്ലാം വീടുകളാണ്, എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ. മിക്ക വീടുകളിലും തന്നെ സ്റ്റുഡൻസാണ് താമസിക്കുന്നത്. ഇങ്ങനെ വീടുകളല്ലാതെ ഈ പോണ വഴിക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ മാത്രമൊന്നുമില്ല. ഞാൻ മെയിൻ ടൗൺ ആകുമ്പോൾ കാണിക്കാം. ബൈ ദ ടൈം ഞാൻ എൻ്റെ വീട്ടിലൊന്ന് നോക്കട്ടെ. ഈ കാണുന്നതല്ലേ, ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, പോണ്ടിപ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ. ആൻഡ് ഈ കാണുന്നത് ഒരു കെയർ ഹോമാണ്. ഇനിയും നമ്മൾ നടന്നെത്തിയിട്ടില്ല. ഇനി ഒരു 20 minutes കൂടെ നടന്ന്, 20 ഇല്ല, സ്പീഡിൽ നടക്കുവാണെങ്കിൽ ഒരു 10 minutes നടക്കുവാണെങ്കിൽ നമ്മുടെ മെയിൻ പോണ്ടിപ്പേട്ട് ടൗണിലെത്തും. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ പോണ്ടിപ്പേട്ട് ടൗൺ. ഇനി ഇവിടുന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ കടകളൊക്കെ ഉള്ള സ്ട്രീറ്റ്. ഇവിടെ പൗണ്ട്ലാൻഡ് ഉണ്ട്, B&M ഉണ്ട്, സ്പെക്സേവ് എന്ന് പറഞ്ഞ കടയുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഇന്ത്യൻ മലയാളി കടയുണ്ട്, ഗ്ലോബൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നേരെ പോയി റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആഷ്ക്രോഫ് സർജറി ഉണ്ട്, നമ്മുടെ GP സർജറി. ഇത് ആ കാണുന്ന റൂട്ടിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നത്. പിന്നെ ഞാൻ തിരിച്ച് നടക്കുവാണ്. പീകോക്ക് ഉണ്ട്, നിങ്ങൾക്കത് കാണാമോയെന്നറിയില്ല. ഗ്ലോബൽ വൈറ്റ് എന്ന് പറഞ്ഞ വലിയൊരു കടയാണ്, മലയാളി കട. പിന്നെ ഇത് B&Mൻ്റെ അകമാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇവിടുത്തെ പോണ്ടിപ്പേട്ടിലെ ഒരു വലിയ പാർക്കാണ്. ഇവിടെ എല്ലാവരും തന്നെ വന്നിട്ട് ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കുക, പിന്നെ ഫാമിലി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് ഇവിടെ നമുക്ക് കുറേ എക്സസൈസിനൊക്കെ നല്ലതാണ്, നടക്കാൻ പോവാം. പിന്നെ ഇവിടെ ടെന്നീസ് കളിക്കാം, ഇവിടെ മറ്റേ ഫുട്ബോളിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ചില സമയത്ത് ഇവിടെ മറ്റേ കാർണിവലൊക്കെ വരാറുണ്ട്. കാർണിവൽ എന്ന് പറയുമ്പം വിൻ്റർ വണ്ടർലാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ, അതുപോലത്തെയൊക്കെ സംഭവങ്ങൾ ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ സമ്മറിനൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും, കാരണം കുറച്ച് സണ്ണൊക്കെ കിട്ടിയിരിക്കാമല്ലോ. അങ്ങനെ ഞാൻ ഓർത്തു വന്നാൽ ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് വീട്ടിലൊക്കെ വിളിച്ച് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന്. കാരണം വീട്ടിൽ വന്നിട്ടും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ B&M കയറി. ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് ആ ലൈറ്റ് വാങ്ങാനും പിന്നെ ലിൻഡ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ചോക്ലേറ്റ്. അപ്പോൾ ഞാൻ ഓഫറിന് ഇവിടെ ലിൻഡ് കണ്ടേ, അതും എനിക്ക് ആ റെഡ് കളർ ലിൻഡാണ് ഇഷ്ടം, മിൽക്ക് ചോക്ലേറ്റിൻ്റെ. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതാണ് നമ്മൾ ഈ കാണുമ്പോൾ ആഗ്രഹം തോന്നുമ്പോൾ വാങ്ങിയില്ലെങ്കിൽ ലാസ്റ്റ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ആലോചനയ്ക്ക് ശേഷമായിരുന്നു ഇന്നിവിടെ വന്നത്. രണ്ടും എനിക്ക് ദൈവം സഹായിച്ച് കിട്ടിയില്ല. ഞാൻ സെഡായിപ്പോയി. ഇനിയിപ്പോൾ ടെസ്കോയിൽ കയറി ലിൻഡ് ഉണ്ടോ എന്ന് നോക്കണം. ഓഫർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ലിൻഡിൽ നിന്ന് വാങ്ങും.
എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ലിൻറ്റ്. അതിന് കുറച്ച് ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഓക്കെ ഈ ഓഫറിന് വരുമല്ലോ, അപ്പോൾ ഓഫറിന് വരുമ്പോൾ വാങ്ങാമെന്ന് വെച്ചുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ എനിക്കങ്ങനെ ഒത്തിരി ചോക്ലേറ്റ് കഴിക്കുന്നത് നല്ലതല്ല, എന്നാലും സാരമില്ല, ഇഷ്ടമായിപ്പോയില്ലേ, വാങ്ങാമെന്ന് ഓർത്ത് വന്നാൽ അവസാനം കിട്ടിയില്ല. എന്തായാലും ടെസ്കോയിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയിരിക്കും. പക്ഷെ ലൈറ്റ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ലൈറ്റിന് വേണ്ടി ഞാൻ എങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ടെമുവിൽ ഓർഡർ ചെയ്താൽ അതിനിപ്പോൾ നാളെ റിട്ടേൺ ചെയ്യാൻ ഞാൻ പോകണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെമുവിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ് ഞാൻ ലൈറ്റ്. എന്നിട്ട് ഞാൻ വേണ്ട വലിയ കാര്യത്തിൻ്റെ പാക്കേജ് വന്നപ്പോൾ ഓടി ചെന്ന് പോയി എടുത്ത് ഈ സാധനം ഓണാക്കി നോക്കിയപ്പം വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ടെമുന്ന് വാങ്ങിയപ്പോൾ എനിക്ക് തോന്നി അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ലെന്ന്. സാരമില്ല, ഇനിയിപ്പോൾ റിട്ടേൺ അടിച്ചേ പറ്റത്തുള്ളൂ. ഞാനാണെങ്കിൽ റിട്ടേൺ ഇങ്ങനെ പൈസ ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു റിട്ടേൺ പാക്കേജ് തരണം, കാര്യം 2 കൊണ്ടുള്ളെങ്കിലും. അപ്പോൾ ഇനിയിപ്പോൾ അത് കൊടുക്കണം. പിന്നെ നാട്ടിലെന്തുണ്ട്, നാട്ടിൽ മഴയാണല്ലേ. സ്കൂള് തുറക്കാറായില്ലേ ജൂൺ 1 തൊട്ട്. എല്ലാവരും സ്കൂളിൽ പോണ പ്രിപ്പറേഷനിലൊക്കെ ആയിരിക്കും. പിന്നെ എന്താ കാര്യം, ഞാൻ BNMൽ അത് വാങ്ങാൻ പോയതാണെങ്കിലും ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആപ്പിൾ ജ്യൂസ് വാങ്ങിയിട്ടുണ്ട്. ആപ്പിൾ ജ്യൂസ് എടുത്ത് കുടിക്കാം. ഇന്ന സമയം തൊട്ടേ വാങ്ങി കുടിക്കുന്ന ഒരു ജ്യൂസായിരുന്നു ഇത്. ജ്യൂസ് ബേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആപ്പിൾ ജ്യൂസ്. ഇതിൻ്റെ പല ഫ്ലേവറുണ്ട്, ഓറഞ്ച്, വേറെ ഒന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇത് മാത്രമല്ല, എനിക്ക് ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിവിടെ അങ്ങനെ കുറച്ചധികം നേരം പാട്ടും കേട്ട് വീട്ടിലും വിളിച്ചിങ്ങനെ ഇരുന്നു. ഇനിയിപ്പം നേരെ സ്ട്രെയിറ്റ് ഹെഡിങ് ബാക്ക് ടു എൻ്റെ വീട്, താമസിക്കുന്ന വീട്. ആൻഡ് ഓൾസോ ഞാൻ മറന്നിട്ടില്ല, ടെസ്കോയിൽ കയറി ആ ലിൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. സോ ഫിംഗേഴ്സ് ക്രോസ്ഡ്, കിട്ടുമായിരിക്കണം. സോ ലെറ്റ്സ് ഗോ. നിങ്ങളാരും പ്രാർത്ഥിച്ചില്ലേ എനിക്ക് ചോക്ലേറ്റ് കിട്ടാൻ? എനിക്ക് കിട്ടിയില്ല, അവിടെ ഇല്ലായിരുന്നു. അവിടെ ഞാൻ ഈ ലിൻറ്റ് 70% കൊക്കോ എന്ന് പറഞ്ഞാൽ ലിൻറ്റ് എക്സലൻസ് ചോക്ലേറ്റ് ബാറും വാങ്ങിക്കൊണ്ട് ഇങ്ങ് പോകുന്നു. എനിവേ, ഇനി തിരിച്ച് വന്ന പോലെ തന്നെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് നടക്കട്ടെ. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിൽ വന്നു. ടയേർഡായി, മടുത്ത് വേർത്ത് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.